ഹലോ ഗൈസ്, നാളെ നമ്മുടെ റിജോയുടെ ബർത്ത്ഡേ ആണ്. സോ അതിൻ്റെ ചെറിയൊരു ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഞാൻ ഒരു വീഡിയോ കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ആക്ച്വലി റിജോട്ട് ത്രെഡ് ചെയ്യാൻ പോകുന്നെന്നാണ് പറഞ്ഞത്. എന്തായാലും ത്രെഡ് ചെയ്യണം എനിക്ക്. പക്ഷെ അതെന്തായാലും കള്ളത്തരം ഒന്നും മനസ്സിലാവും. ഓഫ് കോഴ്സ് നാളെ ബർത്ത്ഡേ ആണ്. അതുപോലെ റിജോനെ ഞാൻ കൂടെ കൂട്ടിയില്ല. എൻ്റെ ഭാഗ്യത്തിന് ഇന്ന് ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ടിൻ്റെ ക്രിക്കറ്റ് കളി ഉണ്ടായിരുന്നു. സോ റിജു അതിൻ്റെ പുറകെയാണ്. അങ്ങനെ നമ്മളിതേ ഷോപ്പിലെത്തി കേട്ടോ. എൻ്റെ വീഡിയോസ് മുമ്പ് കണ്ടിട്ടുള്ളവർക്കറിയാം, നമ്മുടെ വീടും സിറ്റി സെൻറ്ററും തമ്മിൽ ഏകദേശം ഒരു 5 to 10 മിനിറ്റ്സ് നടന്നാൽ എത്തുന്ന ദൂരേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വീടിൻ്റെ അടുത്ത് തന്നെ എല്ലാ കടകളും ഓൾമോസ്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. ആദ്യത്തെ പ്ലാൻ പാളി ഗൈസ്. എനിക്കൊരു കേക്ക് ടോപ്പർ വേണമായിരുന്നു. പക്ഷെ ഞാൻ അവിടെ ഉണ്ടാവുമെന്ന് വിചാരിച്ച് ഓൺലൈനിൽ ഓർഡർ ചെയ്തില്ല. അവിടെ ഇല്ല. ആക്ച്വലി പ്രത്യേകിച്ച് വലിയ മേജർ ഷോപ്പിംഗ് ഒന്നുമില്ല. ബിക്കോസ് ഓൾറെഡി നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുത്തു. ലൈക്ക് സോഫാ ഞാൻ ഇതുവരെ കൊടുത്തതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഗിഫ്റ്റ് ആയിരിക്കും ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ ഗിഫ്റ്റ്. ഈ കാണിച്ച ബർത്ത്ഡേ കാർഡ് കണ്ടോ, അതല്ല ഞാൻ വാങ്ങിയത്. പകരം വേറൊന്നാണ് വാങ്ങിച്ചത്. എന്നിട്ട് നമ്മൾ നേരെ ഹൈക്രോസിൽ പോയി കേട്ടോ. അവിടെ ആകുമ്പോൾ കുറച്ചുകൂടെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നാളത്തെ നമ്മുടെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് റിജോനെ എങ്ങനെ വീട്ടിൽ നിന്ന് മാറ്റും എന്നുള്ളതാണ്. അവൻ ഓഫ് ആയതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കും. ഇതുവരെ ഹെയർ കട്ട് ചെയ്തിട്ടില്ല റിജോ. അപ്പൊ ഇന്ന് പോകാൻ പ്ലാൻ ഉണ്ട്. അതെന്തെങ്കിലും ഇത് ചെയ്ത് എന്തെങ്കിലും ഒരു പ്ലാനിട്ട് അത് മുടക്കണം. എന്നിട്ട് നാളെ രാവിലെ ഹെയർ കട്ടിന് പറഞ്ഞു വിടണം. ആ സമയത്ത് ബർത്ത്ഡേയുടെ ഡെക്കോറൊക്കെ ചെയ്യണം. ഞാൻ ഓൾറെഡി സാധനമൊക്കെ മേടിച്ച് വീട്ടിൽ വെച്ചിട്ടുണ്ട്. സോ അതാണ് ഏറ്റവും വലിയ ടാസ്ക്. 2-3 ഐഡിയ ഒക്കെ എൻ്റെ മനസ്സിലുണ്ട്. പ്ലാൻ എ പാളിയാൽ പ്ലാൻ ബിയും സിയും ഒക്കെ നമുക്ക് നോക്കണം. എന്തായാലും കേക്ക് കട്ട് ചെയ്യുമെന്നറിയാം, പക്ഷേ വെറൈറ്റി ആക്കണം. ഇവിടുന്ന് കിട്ടിയില്ല ഗൈസ്. ആക്ച്വലി ഞാനത് ഇന്നലെ ഓൺലൈൻ ഓർഡർ ചെയ്താൽ മതിയായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ഷോപ്സിൽ അവൈലബിൾ ആണെന്ന് കണ്ടു. അതാണ് ഞാൻ ചെയ്യാൻ. പക്ഷേ ഇവിടെ ഉണ്ട്, പക്ഷെ അത് ബിഗ്ഗർ സൈസാണ്. ഞാൻ ഒരു കുഞ്ഞി കേക്കാണ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിൻ്റെ മുകളിൽ ഭയങ്കര ഓവർ സൈസ്ഡ് ആയിട്ട് കിട്ടും. എനിക്ക് സൂപ്പർ ഡ്രഗ്സിലൊന്ന് കാണണം. എന്തായാലും ഇതിൻ്റെ ഓപ്പോസിറ്റാണ് സൂപ്പർ ഡ്രഗ്സ്. അവിടെ കയറി അത് മേടിക്കാം. ഇല്ല ഞാൻ ഇത്രയും സമയം ലേറ്റ് ആകുമ്പോൾ എന്തായാലും റിജോയ്ക്ക് അത് മനസ്സിലാവും. നമ്മൾ കേക്ക് ടോപ്പർ തപ്പി നടന്നെങ്കിലും ഒരു കടയിൽ നിന്നും കിട്ടിയില്ല കേട്ടോ. ബട്ട് വേറെ കുറച്ച് ഐറ്റംസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ആ കിട്ടിയ ഐറ്റംസ് വെച്ച് എങ്ങനെയെങ്കിലും പരിപാടി നമുക്ക് കളറാക്കണം. അത്രേ ഉള്ളൂ എൻ്റെ ഒരു ആഗ്രഹം. നമുക്ക് ആവശ്യമുള്ള സാധനമൊക്കെ ഞാൻ ഒരുവിധം ഒപ്പിച്ചിട്ടുണ്ട്. ഇനി എനിക്ക് പോയി ത്രെഡ് ചെയ്യണം. ഞാൻ എപ്പോഴും ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് മാറി പിടിക്കാമെന്ന് വിചാരിച്ചു. ത്രെഡ് ചെയ്തിട്ട് ബർത്ത്ഡേ കാർഡിൽ എന്തേലുമൊക്കെ ഒന്ന് എഴുതണം. ഇനി വീട്ടിൽ പോയി എഴുതുന്നത് നടക്കത്തില്ല. അപ്പോൾ എവിടെയെങ്കിലും പോയിരുന്ന് അതൊക്കെ ഒന്ന് സെറ്റാക്കണം. അപ്പം അത്രയൊക്കെ ഉള്ളൂ. പണി പാളി ഗൈസ്. റിജു ഇപ്പം മുടി വെട്ടാൻ പോവാന്ന്. ആ കോഹ്ലി ഔട്ടായിരുന്നു. പുള്ളിക്ക് കുറച്ചുകൂടെ നിന്ന് കളിച്ചുകൂടായിരുന്നു. കോഹ്ലി ഔട്ടായില്ലായിരുന്നു റിജു അവിടെ തന്നെ കുത്തിയിരുന്നേന്. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമോ? എൻ്റെ ഏറ്റവും ബെസ്റ്റ് പ്ലാൻ അതായിരുന്നു. റിജു വീട്ടിൽ നിന്ന് പോന്നു, ഞാനെല്ലാം ചെയ്യുന്നു. എന്തായാലും പോയിച്ച് വരുമ്പോൾ ഒരു 40 to 1 hour എടുക്കും. 40 minutes to 1 hour എടുക്കും. സോ അതിനുള്ളിൽ എനിക്കെല്ലാം സെറ്റാക്കായിരുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? കോഹ്ലിയുടെ ഒരു കാര്യം. അങ്ങനെ ഐബ്രോസ് ചെയ്തു. എൻ്റെ ഒരു ഐബ്രോ തെക്കോട്ടും ഒരു ഐബ്രോ വടക്കോട്ടും എന്നാണ് ബ്യൂട്ടീഷ്യൻ ചേച്ചി പറഞ്ഞത്. ആക്ച്വലി ഇവിടെ ഒടുക്കത്തെ വില. ഞാൻ സാധാരണ ചെയ്യുന്നിടത്ത് 5 പൗണ്ടേ ഉള്ളൂ. ഇവിടെ
12 പൗണ്ട്. ഫോഹെഡിന് വേറെ 5 പൗണ്ട്, ഐബ്രോസിന് 7 പൗണ്ട്. ഭയങ്കര കത്തിയായിപ്പോയി. ഇനി ഞാൻ അതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നില്ല. ഞാനേ ബർത്ത്ഡേ കാർഡ് ഏതേലും ഷോപ്പിൽ പോയി സ്റ്റാർബക്സിലോ അവിടെ എവിടെയെങ്കിലും പോയിരുന്ന് എഴുതാന്നാ വിചാരിച്ച. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. റിജോ മുടി വെട്ടാൻ പോയി. അപ്പോൾ നേരെ നമുക്ക് വീട്ടിലോട്ട് പോകാം. മേ ബി ഈ വീഡിയോ ഇതോടുകൂടി അല്ലല്ലോ, എന്താ പറ, ഞാനൊരു കേക്കും കൂടെ മേടിച്ചു ഗൈസ്. റിജു എന്നോട് പറഞ്ഞായിരുന്നു പിസ്താഷ്യോ മതിയെന്ന്. എൻ്റെ ടെൻഷൻ ഇപ്പം ഞാൻ ഈ വഴി കേക്കും കൊണ്ട് പോകുമ്പോൾ റിജു ഓപ്പോസിറ്റ് വഴി കൂടെ വരുമോന്ന്. എങ്ങനെയെങ്കിലും കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെക്കട്ടെ. 2 ഫ്രിഡ്ജുണ്ട്. നമുക്ക് റിജു തപ്പാത്ത ഫ്രിഡ്ജിൽ വെക്കാം. ഇനി താക്കോലും കൊണ്ടാണ് റിജു പോയിട്ടുണ്ടോ എന്നറിയത്തില്ല. എന്നാലും കിച്ചണിൽ കയറാം, കുഴപ്പമില്ല. അപ്പോൾ ബാക്കി വീഡിയോ പിന്നെ കാണാം. ബാക്കി വീഡിയോയിൽ പിന്നെ കാണാം. അങ്ങനെ നമ്മുടെ പ്ലാനൊക്കെ ഇതുവരെ എല്ലാം അടിപൊളിയായിട്ടാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. റിജു ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞു എന്നെ പുറത്തോട്ട് വിളിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി ഒരു ഷേക്കൊക്കെ കുടിച്ച് കുറച്ചു നേരം ഇവിടെയൊക്കെ ഇന്ന് സംസാരിച്ച് നേരെ വീട്ടിലോട്ട് പോയി. ഇനിയാണ് ട്വിസ്റ്റ്. നിങ്ങൾ ഇതേ കണ്ടു നോക്കിക്കോ ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന്. ഇതാണ് ഞാൻ പറഞ്ഞ ട്വിസ്റ്റ്. ഷേക്കൊക്കെ കുടിച്ചപ്പം മധുരം തലക്കടിച്ചാകെ ഉറക്കമായി. ദൈവമുണ്ട് ഗൈസ്, നിങ്ങൾ കണ്ടില്ലേ, റിജു നല്ല ഉറക്കമാണ്. സമയം ഇപ്പം ഏകദേശം 9:45 എങ്ങനെയെങ്കിലും ഒരു 11-11:30 വരെയെങ്കിലും കിടന്നുറങ്ങിയാൽ മതിയായിരുന്നു. അത്രയും സമയം എനിക്ക് വേണ്ട. എന്തായാലും നാട്ടിലിപ്പോൾ 12 മണി കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ഇനി കേക്ക് മുറിച്ചാലും കുഴപ്പമില്ലെന്ന് ഞാനങ്ങ് സമാധാനിക്കാം. ഞാനിനി ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യട്ടെ. ഈ സാധനം ഇതിൽ ഒട്ടും നില്ലുന്നേ. ഞാൻ എണ്ണിക്കുമ്പോഴത്തേക്കും ഞാൻ എണ്ണിക്കുമ്പോൾ കിളി പോയി. റിജു എല്ലാം ചെയ്ത് എണ്ണിക്കാൻ മതിയായിരുന്നു. എവിടെയെങ്കിലും വെക്കട്ടെ. ഞാൻ കാണിച്ചു തരാം എങ്ങനെയുണ്ട് ഗായ്സ്. കംപ്ലീറ്റ് ആയിട്ടില്ല. ഞാൻ പെട്ടെന്ന് തീർക്കട്ടെ. വീഡിയോ എടുത്ത് തന്നാൽ റജുവിനേക്കും കുറച്ച് ഓവറായി പോയോ എന്നൊരു സംശയം. ഇല്ലാതില്ല, കുറച്ച് ഓവറായാലല്ലേ എല്ലാവരും ശ്രദ്ധിക്കൂ. ഇനി 2 ബലൂണും കൂടെ കുത്തിക്കയറ്റാനുണ്ട്, അതാണ് പ്രശ്നം. അങ്ങനെ നമ്മുടെ വോളിൻ്റെ പരിപാടി കഴിഞ്ഞു. കുറച്ച് ഓവറായി പോയോ? ബർത്ത്ഡേ ഒക്കെ അല്ലേ, ഓവറാകാം. എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ കല? അവിടെ ഒരെണ്ണം കൂടി വരാനുണ്ടോ? ഐ തിങ്ക് അവിടെ ഒരെണ്ണം കൂടെ ആകാം. ഇനി ടേബിൾ സെറ്റാക്കണം. ഓക്കെ, ഓൾ സെറ്റാണ് ഗൈസ്. ഇനിതേ ഈ ക്യാൻഡിലൊക്കെ സെറ്റാക്കണം. എങ്ങനെ സെറ്റാക്കുമെന്ന് ഒരു ഐഡിയ ഇല്ല. സാധാരണ ഫിക്സിങ് എല്ലാം ചെയ്യുന്നത് റിജു ആണ്. എന്തായാലും സെറ്റാക്കാം.
ഒരു വിധത്തിൽ എങ്ങനെയോ എല്ലാം സെറ്റാക്കി ഇനി കേക്കും കൂടെ വെച്ചാൽ മതി. കേക്ക് ഞാൻ പിന്നെ വെക്കുന്നുള്ളൂ, കറിയില്ലെങ്കിൽ കേക്കാകെ നാശമാകും. പക്ഷേ കേക്കിൻ്റെ പുറത്ത് വെക്കുന്ന ടോപ്പർ ഒരെണ്ണം മിസ്സിങ് ആണ്. പക്ഷേ ബാക്കപ്പായിട്ടൊരു ക്യാൻഡിലുണ്ട് എൻ്റെ കയ്യിൽ. ഇനി റിജു എണ്ണിക്കാൻ വെയിറ്റ് ചെയ്യാം. ഈ ഡെക്കോറൊക്കെ കണ്ടപ്പോഴേ ഭയങ്കര ഒരു സന്തോഷം. ഞാൻ അത്ര വലിയ അടിപൊളിയല്ല, ബട്ട് എനിക്ക് അടിപൊളിയാണ്. ഇങ്ങനെ ആക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ചു ഇൻ ബിറ്റ്വീൻ റിജോ വരുമായിരിക്കും, ആകെ കുളവാകുമായിരിക്കും. പിന്നെ ഞാൻ റിജോയോട് പറഞ്ഞായിരുന്നു ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ പോവുക, കിച്ചണിൽ പോവുക, നീ ഉറങ്ങിക്കോ, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞായിരുന്നു. ഇനിയിപ്പോൾ റിജോ എണീക്കണം. ലേറ്റായി ഞാൻ പോയി ഉണർത്തും. റിജോനെ ഞാൻ പോയി ഉണർത്തി ഗൈസ്. പോയി കുളിക്കാൻ പറഞ്ഞ് കുളിച്ചിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. ഇപ്പം അല്ല, ഒരു 10 മിനിറ്റ്. അതുവരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ഇതൊക്കെ പോയി മേടിച്ചെന്ന് തോന്നല്ലേ ഇന്ന് ഉച്ചക്ക് പോയപ്പോ. ഹാപ്പി ബർത്ത്ഡേ ടു യു. പാട്ടിടാൻ ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. അയ്യോ ഞാൻ കൊതുകില്ല. അയ്യോ ഞാൻ ചോക്കല്ല. ഗൈസ് 5 മിനിറ്റ് കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിരുന്നതാണ്. ഞാൻ കാത്തിരുന്ന് ലാസ്റ്റ് നമ്മളുടെ കേക്കൊക്കെ കട്ട് ചെയ്ത്. ഞാൻ ഉറക്കത്തിൽ നിന്ന് എണ്ണീറ്റിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്ന. റിജു അവിടെ കിടന്ന് ഉറങ്ങുവാണ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നേരത്തെ എണ്ണീറ്റാണ്. എൻ്റെ പ്ലാൻ അനുസരിച്ച് ഇന്നലെ രാത്രി ചെയ്ത് വെക്കണമെന്നായിരുന്നു. പക്ഷേ ബർത്ത്ഡേയുടെ കാര്യങ്ങളൊക്കെ ഡെക്കോറൊക്കെ ചെയ്ത് വന്നപ്പം സമയം പോയി. പിന്നെ ഞാൻ കിടന്ന് ഭയങ്കര ടയേർഡായിപ്പോയി. കിടന്ന് ഞാൻ ഇപ്പം എണ്ണീറ്റിപ്പോൾ എന്തോ 9:30 എന്തോ ആയിട്ടുണ്ട്. റിജു കിടന്ന് ഉറക്കമാണ്. പിന്നെ റിജുയുടെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്ന്. റിജുക്ക് മറ്റേ ചിക്കൻ സ്റ്റൂവും ബ്രെഡും ഭയങ്കര ഇഷ്ടമാണ്. ബ്രെഡ് കിട്ടിയില്ല, സോ ഞാൻ ഇന്നലെ രാത്രി അപ്പത്തിന് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ചിക്കൻ സ്റ്റൂവും പാലപ്പമാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല, അങ്ങനെ പ്രത്യേകിച്ചൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. നമ്മുടെ പരിപാടി ഫുള്ള് സൺഡേ ആണ്, 19th ജൂലൈ. അപ്പോൾ പ്രത്യേകിച്ചൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ വെറുതെ വലിച്ചു നീട്ടത്തില്ല. അപ്പം സൺഡേയിലുള്ള വീഡിയോയിൽ കാണാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് റിജു ഗൈസ്. റിജു ഒന്ന് ഗൈസ്, എങ്ങനെയുണ്ട് ബ്രേക്ക്ഫാസ്റ്റ്? സൂപ്പർ. ഹലോ ഗൈസ്, ഞാൻ പറഞ്ഞില്ലായിരുന്ന വീഡിയോയിൽ നമ്മുടെ മെയിൻ ബർത്ത്ഡേ പരിപാടി സൺഡേ ആണെന്ന്. അപ്പോൾ ആ സൺഡേ ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു ഡ്രസ്സ് എടുക്കണം. എന്ന് വെച്ചാൽ എനിക്ക് എന്തെങ്കിലും ഒരു ടോപ്പ് എന്തെങ്കിലും എടുക്കണം. റിജോയ്ക്ക് ഒരു ഡ്രസ്സ് ഉണ്ട്. പക്ഷേ ഞാൻ മറ്റേ ഒരു ഗെയിമിൻ്റെ ഇതുപോലെ ഗെയിമല്ല, ഇങ്ങനെ ചൂസ് ചെയ്യത്തില്ല. നമ്മളിങ്ങനെ 2 നോട്ട് കൊടുത്തിട്ട് ഇതിന് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ ചൂസ് ചെയ്യാം. ഞാനത് ആഡ് ചെയ്യാം ഇവിടെ. അപ്പോൾ അതിൽ റിജോയ്ക്ക് ഇഷ്ടമുള്ള വാങ്ങുന്ന ഓപ്ഷനാണ് കളർ തിരഞ്ഞെടുത്തത്. അപ്പോൾ ഡ്രസ്സാണ് റിജോയ്ക്ക് ഇഷ്ടം. അപ്പോൾ അതുകൂടെ നോക്കണം. പിന്നെ എവിടെയെങ്കിലും പോയി ഫുഡ് കൂടെ കഴിക്കണം. അപ്പം ഞാനോർത്ത് അത് നിങ്ങളെ കൂടെ കാണിച്ചേക്കാം. അപ്പോൾ നമ്മൾ പോയി ഡ്രസ്സ് എടുക്കട്ടെ.
ഗൈസ് ഞാൻ മാത്രമേ ഡ്രസ്സ് എടുത്തുള്ളൂ ഗൈസ്. റിജോയുടെ ബർത്ത്ഡേ ആണേലും തിളങ്ങുന്നത് ഞാനാണ്. എന്തോ മനസ്സിൽ കണ്ടിട്ടാണ് ഡ്രസ്സ് എടുക്കാനെന്ന് എനിക്കറിയാം. റിജു മനസ്സിൽ അത്ര ഇഷ്ടപ്പെടാതെ ഡ്രസ്സ് എടുക്കില്ല. അപ്പോ എന്തായാലും ആ ഓഫർ എന്താണ് ഇങ്ങനെ കാലയളവൊന്നുമില്ല, എക്സ്പയറി ഡേറ്റ് ഒന്നുമില്ല. എപ്പോൾ വേണേലും ആ ഓഫർ യൂസ് ചെയ്യാം. സോ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങളുടെ രണ്ടുപേരുടെ ഇഷ്ടം ഒരു പ്ലേസ് ഉണ്ട്, ഷ്രിംപ് ആൻഡ് കോ. നല്ല ചെമ്മീൻ കിട്ടും, നല്ല ഷ്രിംപ് കിട്ടും. അപ്പൊ അവിടെ പോയി കഴിക്കാൻ പോവാണ് ഗൈസ്. അപ്പൊ അതോടുകൂടി നമ്മുടെ ഈ വ്ലോഗ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു ഗൈസ്. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ തറവാട് വീടായ ഞങ്ങളുടെ തറവാട് എന്നറിയപ്പെടുന്ന ടീ ടൈമിൽ വെച്ച് റിജോയുടെ ഇക്കൊല്ലത്തെ ബർത്ത്ഡേ അവസാനിപ്പിച്ചെന്ന് നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്നു ഗൈസ്. അവസാനിച്ചു. കൈയടിക്ക്. അപ്പോ എല്ലാവർക്കും നല്ല നാളെകളാകട്ടെ ഗൈസ്. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.